വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും സമ്മേളനം ഔദ്യോഗികമായി സമാപിക്കുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല. ഇതോടെ പുതിയ സമ്മേളനം വിളിച്ചു ചേർക്കാതെ ഒരു വിവാദ ബില്ല് പാസാക്കാൻ സർക്കാർ ശ്രമം തുടരുന്നു എന്ന അഭ്യൂഹം ശക്തമാകുന്നു. വനിതാ സംവരണ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി മണ്ഡല പുനഃസംഘടനയ്ക്കുള്ള ഭരണ ഭേദഗതി ബില്ല് പാസാക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. സമ്മേളനത്തെ സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സെപ്റ്റംബർ പകുതിയോടെ പുതിയ സിറ്റിംഗ് ഉണ്ടായേക്കുമെന്ന അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സർക്കാരിന്റെ നീക്കം അറിഞ്ഞ ശേഷം തുടർ നടപടികൾ തീരുമാനിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ലോക്സഭയും രാജ്യസഭയും ഓഗസ്റ്റ് 13-നാണ് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. പുലർച്ചെ 3:30-യോടെയാണ് അപകടമുണ്ടായത്. ആശുപത്രിയുടെ 3-ാം നിലയിലുള്ള സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. അപകട സമയത്ത് വാർഡിൽ 39 നവജാത ശിശുക്കൾ ഉണ്ടായിരുന്നു. പുകയും തീയും പടർന്നതോടെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ജീവനക്കാരും ചേർന്ന് കുഞ്ഞുങ്ങളെ പുറത്തെത്തിച്ചു. പൊള്ളലേറ്റും പുക ശ്വസിച്ചുമാണ് 3 കുഞ്ഞുങ്ങളും മരിച്ചത്. ഗുരുതരാവസ്ഥയിലുള്ള 6 നവജാത ശിശുക്കളെ സമീപത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. യുക്രൈനിൽ കപ്പൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയുടെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം ഇന്ന് ഉച്ചയോടെ വീട്ടിലെത്തിക്കും. ബംഗളൂരുവിൽ നിന്നും ചെറുപുഴ വഴിയെത്തുന്ന മൃതദേഹം പകൽ 12-ന് AKG നഗറിലെ വീട്ടിലും 2 മുതൽ വെള്ളരിക്കുണ്ട് ചെറുപുഷ്പം ഫെറോന പള്ളിയിലും പൊതുദർശനത്തിന് ശേഷം 3-ന് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. മൃതദേഹം യുക്രൈനിൽ നിന്നും മോൾഡോവയിലെ ചിസിനാവിലേക്ക് റോഡ് മാർഗം എത്തിച്ചതിനു ശേഷം തുടർന്ന് ചിസിനാവിൽ നിന്നും ഇസ്താംബൂൾ വഴി ബംഗളൂരുവിലേക്ക് വിമാനമാർഗമാണ് എത്തിച്ചത്. തുടർന്ന് ഭൗതിക ശരീരം ആംബുലൻസിലാണ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കുക. ജൂലൈ 19-ന് ഉക്രൈൻ നഗരമായ കീവിലെ ഒഡേസ തുറമുഖത്തിന് സമീപം കരിങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് മുഖ്യ ഓഫീസറായിരുന്ന അഖിൽ അടക്കം 10 പേർ കൊല്ലപ്പെട്ടത്. ഏറ്റുമാനൂരിൽ പ്രഭാത സവാരിക്കിടെ കാറിടിച്ച് പരിക്കേറ്റ സ്ത്രീ മരിച്ചു. തിരുവഞ്ചൂർ സ്വദേശി ദീപയാണ് മരിച്ചത്. ചികിത്സയിലിരിക്കെയാണ് മരണം. ദീപയെ ഇടിച്ച കാർ ഏതാണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. CCTV അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപകടമുണ്ടായത്.